ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സൈൻല പാനിലെ ചീസ് ബോംബാണ് ഉണ്ടാക്കി നോക്കിയത്. ഇത് ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് ഒരു വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഇപ്പോഴാണ് സൗണ്ട് ഒന്ന് നേരെയായത്. വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം തന്നെ കുറച്ച് കുനാഫ ഡോ ഒന്ന് ബട്ടർ ചേർത്തൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. കുനാഫ ഡോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെർമിസെല്ലി എടുക്കാം. ഇതിലോട്ട് കുറച്ച് പിസ്താഷ്യോ സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ ബൗൾ എടുക്കാം. ഇത് ബൗളിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ബൗളിൻ്റെ ഷേപ്പിൽ പ്രസ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിക്കൊന്ന് ഫില്ല് ചെയ്തെടുത്ത് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കണം. അതിനുശേഷം കുറച്ച് ക്രീം ചീസ് എടുത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ കുനാഫ ഡോ ഇല്ലേ, അതെടുത്ത് അതിന് മുകളിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടില്ല, കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുകളിലായിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കുനാഫയുടെ ഡോ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇതും ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അടുത്താണ് യഥാർത്ഥ ടാസ്ക് വരാൻ പോകുന്നത്. ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് നേരെ വരുമെന്ന്. കാരണം ഫസ്റ്റ് ട്രൈ ആയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വളരെ നല്ല രീതിക്ക് തന്നെ ആ ഒരു ചീസ് ബോംബ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിന് മുകളിലോട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുകയാണ്. ഞാനിവിടെ പ്രീമിയം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം പ്രീമിയം ചോക്ലേറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കോമ്പൗണ്ട് ഒഴിവാക്കാൻ നോക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് പിസ്താഷ്യോ സ്പ്രെഡ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് സത്യം പറഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ അങ്ങനെ വലിയ മധുരമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു മിനിമൽ ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് മധുരമൊന്നുമില്ല. അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. അതിൽക്കൂടി ഒരു ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ക്രീം ചീസുമാണ് ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്കൊരു ഓവർ മധുരമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ